നീ എന്തിനു പരുങ്ങുന്നു? ഓ, കോടീശ്വരനായ അലോഷ്യസ് മുതലാളിയുടെ ഭാര്യയ്ക്ക് ഒരു കാമുകൻ ഉണ്ടായിരുന്നു എന്നറിയുന്നത് ഇന്നത്തെ അന്തസ്സിന് ചേരില്ലായിരിക്കും. പറയൂ, അറിഞ്ഞുകൊണ്ട് നീ എന്തിനീ ആത്മഹത്യ ചെയ്തു? ഓ, പണത്തിനു വേണ്ടി നീ നിന്നെ സ്വയം വിറ്റു അല്ലേ? സൈമൺ, അപ്പോ പേര് മറന്നിട്ടില്ല? എനിക്ക് മറക്കാൻ കഴിയില്ലല്ലോ. ഞാനൊരു അമ്മയാണ്. ഞാൻ നൊന്ത് പ്രസവിച്ച കുഞ്ഞിന്റെ അച്ഛനാരാണെന്ന് ചോദിക്കൂ. സൈമൺ, നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടി ഞാൻ ഇന്ന് ജീവിതവുമായി ജീവിക്കുന്നു. സൂസൻ, എന്താ വിശ്വാസം വരുന്നില്ലല്ലേ? അന്ന് ആ കടൽക്കരയിൽ വെച്ച് ആർത്തലിച്ചു വന്ന തിരമാലകളെ സാക്ഷിയാക്കി ഞാൻ ആ രഹസ്യം പറഞ്ഞപ്പോ അതറിയാതെ നിങ്ങൾ എന്നെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് കിളി കൊള്ളിച്ചു. സൂസൻ, ഈ ലോകത്ത് മറ്റാരെ നീ ഭർത്താവായിട്ട് സ്വീകരിച്ചിരുന്നെങ്കിലും ഞാൻ സമ്മതിച്ചേനെ. അലോഷ്യസ് അവൻ എന്റെ ആത്മശത്രുവാണ്. നിങ്ങളുടെ പൊന്നോമന മകൻ ഇന്ന് അയാളുടെ തണലിലാണ്. നീ അറിഞ്ഞുകൊണ്ട് എന്തിനീ കൊലച്ചത് ചെയ്തു? സൈമൺ നഷ്ടപ്പെട്ടു എന്നറിഞ്ഞപ്പോ എന്റെ മുമ്പിൽ രണ്ട് മാർഗങ്ങളാണ് അവശേഷിച്ചത്. ഒന്ന് അടിമത്വം, അല്ലെങ്കിൽ ആത്മഹത്യ. നിങ്ങളുടെ കുഞ്ഞിനെ കരുതി ഞാനത് ചെയ്തില്ല. ഒരച്ഛനുണ്ടായിരുന്നത് കുടിച്ചു മരിച്ചു. ആ വേദനയിൽ അമ്മയും കൊന്നു. അല്ലാതെ ഞാൻ എന്ത് വേണമായിരുന്നു? പറയൂ, ഇപ്പോഴെങ്കിലും പറയൂ സൈമൺ. സൂസൻ, എനിക്ക് മാപ്പ് തരൂ. ആ ഒറ്റ വാക്കിൽ ഒതുക്കാവുന്ന ബന്ധമല്ല ഇന്ന് എനിക്കുള്ളത്. മരണത്തെ അതിജീവിച്ച് ഞാനിവിടെ ഓടിയെത്തിയത് നിന്നെ കാണാൻ വേണ്ടി മാത്രമായിരുന്നു. ഈ ബന്ധം പുറത്തറിഞ്ഞാൽ അയാൾ ആദ്യം കൊല്ലുന്നത് നമ്മുടെ കുഞ്ഞിനെ ആയിരിക്കും. ഇല്ല സൂസൻ, അവനെ കൊന്ന് ആ ചോരപുരണ്ട കൈകൊണ്ട് നമ്മുടെ കുഞ്ഞിനെ ഞാൻ ഇവിടെ കൊണ്ടുവരും. സൂസൻ, നിൽക്കവിടെ. കാമുകൻ എന്ത് പറഞ്ഞു പിരിഞ്ഞു? ഭർത്താവിന്റെ സംരക്ഷണത്തിൽ കാമുകന്റെ കുഞ്ഞിനെ വളർത്താനുള്ള കടവായിരുന്നു അല്ലേ? അനങ്ങരുത്. ഇതിനകത്ത് ഇനി നിനക്ക് സ്ഥാനമില്ല. ഈ കപട നാടകം ഇവിടെ അവസാനിക്കണം. നീയും നിന്റെ വയറ്റിൽ കിടന്ന ആ വിഷസന്ധതയും ഒരുമിച്ച് നശിക്കണം. സൈമൺ വന്നാലേ ഇവിടെ തന്നെ ഇരിക്കാൻ പറ. ഉടനെ വരുമെന്ന് പറഞ്ഞാ പോയത്. ഹലോ ഹലോ, മിസ്റ്റർ സൈമൺ അവിടെ വന്നിട്ടുണ്ടോ? ഹലോ, പ്ലീസ് ഒന്ന് വേഗം കൊടുക്കണം പ്ലീസ്. ഹലോ, സൈമൺ ചേട്ടനല്ലേ? ഞാൻ വന്ദന. പിടിക്കുമല്ലേ? എല്ലാം
ആ